DA എൻക്വയറിന് കണക്കൂട്ടിക്കൊണ്ടിരുന്നാൽ മതിയല്ലോ, ജോലി ഒന്നും ചെയ്യണ്ട. ആ ഫയൽ ഇന്നലെ ശരിയാക്കണമെന്ന് പറഞ്ഞതല്ലേ, അതിന് സമയം കിട്ടണ്ടേ? സീറ്റിൽ വന്നിരുന്നാൽ തുടക്കഥകൾ വായിച്ചു തീർക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ. മാസത്തിൽ എണ്ണി വാങ്ങുന്നുണ്ട്, അത് ഓർമ്മ വേണം. ആ പൊയ്ക്കോ പൊയ്ക്കോ. ഭാര്യ ചാടിപ്പോയതിന് നമ്മളെന്ത് വിളിച്ചു? ഭരിക്കുന്നു. മദ്രാസിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഡെഫിനറ്റ്ലി. ഐ വാസ് ഓൾസോ തിങ്ക് അബൌട്ട് ഇറ്റ്. നേരത്തെ ഇതെന്റെ മനസ്സിലുള്ളതാ. ഇന്നിപ്പോ ഞാൻ മദ്രാസിലെത്തുമ്പോ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാം. ഫ്ലൈറ്റ് ടൈം എപ്പോഴാ? എയർപോർട്ടിലെത്തണ്ടേ? 1650 hours, sir. You'll easily reach. Sir? ഓ, താങ്ക് യു. ബോംബെയിലായാൽ കുറച്ചുകൂടി മെച്ചമുണ്ട്. അത് ശരിയാ. മോഡലിംഗ് ബോംബെയിൽ അത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല മദ്രാസിലെ. പിന്നെ അടുത്ത ലക്ഷ്യം ബോംബെ തന്നെയാ. വേണിക്ക് മദ്രാസിലേക്ക് വരാൻ പറ്റുമോ? Oh yes, why not? മാഡത്തിന് ഒരു ഫോൺ കോൾ. Excuse me. Yeah. ഹലോ, ബാലേട്ടനാണോ? എന്താ വിശേഷം? ഞാൻ അല്പം താമസിച്ചേക്കും. ഞങ്ങളിവിടെ ഒരു എക്സ്പാൻഷൻ പ്ലാനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. മഹേഷിന്റെ ഫ്രണ്ട് പ്രസാദുണ്ട്. ഞാൻ എയർപോർട്ട് വരെ ഒന്ന് പോകും. മിസ്റ്റർ പ്രസാദ് CEO ഓഫ് ചെയ്യാൻ. ഓക്കെ? മദ്രാസ് ബ്രാഞ്ച് ആരെ കൊണ്ടാ ഓപ്പൺ ചെയ്യുക? CM കൊണ്ട് ചെയ്യിക്കുന്നു. കവറേജ് കിട്ടും. ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്. താങ്ക് യു. എന്നാ പിന്നെ നാളെ. See you. സാർ, ഉറങ്ങായിരുന്നോ? ഏയ്, ഞാൻ വെറുതെ കിടക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നിരുന്നു. ഓ അതെ. വരം വാ. ഇരിക്കെ. ഞാൻ വന്ന ഓട്ടോ വെയിറ്റ് ചെയ്യാ. അത് പറഞ്ഞുവിടെ, കുറച്ച് ഇരുന്നിട്ട് വാ. ആ ശരി, ഞാൻ വിട്ടു. താൻ പോയിക്കോ. ഇതെന്താ ഒരു പൊതി? ഒരു പൈന്റ് വാങ്ങിയതാ. ഇടയ്ക്ക് ഒരല്പം കഴിക്കും. ഹാബിറ്റ് ഒന്നുമില്ല. എന്നാ പിന്നെ അങ്ങോട്ടിരിക്കാം. ബാല, ഇന്നലെ ഞാൻ അവളെ കണ്ടു. എവിടെ വെച്ച്? ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക്. സാറിനെ കണ്ടോ? ഇല്ല, കൂടെ ആ പയ്യനും ഉണ്ടായിരുന്നു. രാജു ആയിരിക്കും. അന്ന് ഇവിടെ വന്ന് ചെക്കൻ. അവര് താമസിക്കുന്ന എക്സാക്ട് പ്ലേസ് ബാലനെന്ന് പറയാമോ? പോകാനാണോ? പറയാം. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയില്ലേ, അവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്. പൂക്കാരൻ തെരുവോ? ആ, അത് തന്നെ. പൂക്കാരൻ തെരുവിലൂടെ ചെല്ലുമ്പോ വലത്തോട്ട് തിരിയുന്ന ഒരു മുടുക്കുണ്ട്. ആ മുടുക്കിലൂടെ കയറി ഒരു 10-20 വാര കഴിഞ്ഞാല് ഒരു പെട്ടിക്കടയുണ്ട്. അതാ ചെക്കന്റെ, രാജുവിന്റെ അമ്മയുടെ കടയാ. അതിനോട് ചേർന്ന് ഇടതുവശത്ത് ഒരു ഇടുങ്ങിയ വാതിലാ. അതിനകത്താ. അതൊരു വല്ലാത്ത സ്ഥലമാ, സൂക്ഷിക്കണം. ഞാനും അല്പം കുടിക്കാൻ പോവുക. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു അമ്മാവനുണ്ടായിരുന്നു. എക്സ് മിലിറ്ററിക്കാരൻ. നല്ല കുടിയനായിരുന്നു. എനിക്ക് 2-3 തവണ രഹസ്യമായിട്ട് ഒഴിച്ചു തന്നിട്ടുണ്ട്.
കല്യാണത്തിന് മുമ്പ് വല്ലപ്പോഴും ഒക്കെ കഴിക്കുമായിരുന്നു. സുശീലയെ കല്യാണം കഴിച്ചതിന് ശേഷം ഇതാദ്യമാ. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ചതാ. സാറൊരു ഉദാര മനസ്കരാണല്ലോ. ഇപ്പോഴാ അങ്ങനൊരു മനസ്സിന്റെ കുഴപ്പം എനിക്ക് മനസ്സിലാകുന്നത്. അല്പം കൂടെ ഒഴിക്കും. റെഡി. ബാലൻ ഇത് കണ്ടോ? പുതിയതാ, ഇന്നലെ വാങ്ങിച്ചു. ഇതെന്തിനാ? കൊല്ലാൻ. കൊല്ലാൻ? ആരെ? അവളെ തന്നെ. സാർ, എന്തോ ഞാൻ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നി തുടങ്ങിയിട്ട് കുറെ നാളായി. അതെന്താണെന്ന് അറിഞ്ഞത് ഇന്നലെയാണ്. അവളുടെ ഹൃദയം എവിടെയാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. സാർ കാര്യമായിട്ട് തന്നെയാണോ? എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അരുത്, അവിവേകം ഒന്നും കാണിക്കരുത്. എന്തെല്ലാം ആലോചിക്കാനിരിക്കുന്നു. ഈ ലോകം ഇതെങ്ങനെ കാണും? ഇതാരെയൊക്കെ അനാഥരാക്കും. ഇതൊന്നും ആലോചിക്കാതെ എല്ലാം ആലോചിച്ചു തന്നെയാണ്. ഇനി എന്തായാലും ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ല. ബാക്കിയൊക്കെ വരുന്നത് പോലെ. തീപ്പെട്ടി വിടും. ഓട്ടോ ഓട്ടോ. ഈ വഴി വിട്ടു. വാതിലടച്ചേക്ക്. രാജു എവിടെ? അവൻ സൈക്കിളും വാടകയ്ക്കെടുത്ത് പോയേക്ക. എങ്ങോട്ടാന്ന് അറിയില്ല, എപ്പോഴാ വരികയെന്നും അറിയില്ല. അവന് വരണേനും പോണേനും വ്യവസ്ഥയൊന്നുമില്ലല്ലോ. എവിടെ പോവുക? ഈ സാരി ഒന്ന് മാറ്റി വാങ്ങണം. ഒന്ന് നനച്ചേ ഉള്ളൂ, പിന്നിപ്പോയി. ഞാനൊന്ന് പോയിട്ട് വരാം. തനിച്ചോ? അതിനെന്താ?